കണ്ണൂരിലെ KSUവിന്റെ പ്രതിഷേധത്തിൽ ഇപ്പോൾ കേസിന്റെ വിവരങ്ങൾ വരുന്നുണ്ട്. FIR-ൽ 5 KSU പ്രവർത്തകർക്കെതിരെ ഗുരുതരമായ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. നേരത്തെ തന്നെ DGP 24 പറഞ്ഞതാണ് വധശ്രമത്തിന് കേസെടുത്തു എന്നത്. മറ്റ് 5 വകുപ്പുകൾ കൂടി ചുമത്തിയിട്ടുണ്ട്. അജീഷ് ജയകുമാർ വിവരങ്ങളുമായി ചേരുന്നു. അജീഷ്, 5 പ്രവർത്തകർക്കെതിരെ ആയുധം ഉപയോഗിച്ച് വരെ ആക്രമിച്ചു എന്ന തരത്തിൽ FIR-ൽ പരാമർശമുണ്ട്. ഏതൊക്കെയാണ് ഈ ചുമത്തിയിരിക്കുന്ന ഗുരുതര സ്വഭാവമുള്ള വകുപ്പുകൾ? ഗൂഗിൾ എന്തായാലും ഈ 5 KSU പ്രവർത്തകർക്കെതിരെ മന്ത്രി വീണ ജോർജിന്റെയും ഒപ്പം തന്നെ വീണ ജോർജിന്റെ ഗൺമാൻ അഭിലാഷിന്റെയും പരാതിയിലാണ് കണ്ണൂർ റെയിൽവേ പോലീസ് കേസ് എടുത്തിട്ടുള്ളത്. അതിൽ വധശ്രമം, ലഹളയുണ്ടാക്കൽ, സംഘം ചേരൽ, ആയുധം ഉപയോഗിച്ച് ദേഹോപദ്രവം ഏൽപ്പിക്കൽ ഉൾപ്പെടെയുള്ള ഗുരുതരമായിട്ടുള്ള വധശ്രമം ഉൾപ്പെടെയുള്ള ഗുരുതരമായ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. കൂടാതെ പൊതുസേവകന്റെ ജോലി തടസ്സപ്പെടുത്തൽ, ദേഹോപദ്രവം ഏൽപ്പിച്ച് തടസ്സപ്പെടുത്തൽ തുടങ്ങിയ വകുപ്പുകളും ചുമത്തിയിട്ടുണ്ട്. കൂടാതെ റെയിൽവേ ഭൂമിയിൽ അതിക്രമിച്ച് കടന്നു നടക്കമുള്ള 2 റെയിൽവേയുടെ വകുപ്പുകളും ചുമത്തിയിട്ടുണ്ട്. 5 KSU പ്രവർത്തകരും ഇപ്പോൾ കണ്ണൂർ ടൗൺ പോലീസിന്റെ കസ്റ്റഡിയിലാണ് ഉള്ളത്. അവിടെ ഈ സംഘർഷം നടന്ന സമയത്ത് ഇവരെ കസ്റ്റഡിയിലെടുത്തത് ടൗൺ പോലീസാണ്. പക്ഷേ സംഘർഷം നടന്നത് കണ്ണൂർ റെയിൽവേ പോലീസിന്റെ കീഴിലായതുകൊണ്ടാണ് കേസ് കണ്ണൂർ റെയിൽവേ പോലീസ് എടുത്തത്. അതിനുശേഷം ഇന്ന് രാത്രി ഇവരെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി കഴിഞ്ഞാൽ ഗുരുതരമായിട്ടുള്ള വകുപ്പുകൾ ചുമത്തിയിരിക്കുന്നതിനാൽ തന്നെ ഒരു ഓപ്പൺ കോർട്ടിൽ ഹാജരാക്കാനുള്ള സാധ്യത കുറവാണ്. ഇത് റിമാൻഡ് ചെയ്യാനാണ് സാധ്യത. എന്തായാലും ഈ കണ്ണൂർ റെയിൽവേ പോലീസ് ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ ഇവരെ റെയിൽവേ പോലീസിലേക്ക് കൈമാറുമെന്നും ടൗൺ പോലീസ് അറിയിച്ചിട്ടുണ്ട്. 5 KSU പ്രവർത്തകർ, അവരുടെ പേര് വിവരങ്ങൾ പോലീസ് FIR-ൽ പറയുന്നില്ല. പക്ഷേ 5 KSU പ്രവർത്തകരുടെ പേരുവിവരം, കസ്റ്റഡിയിലുള്ള പേരുവിവരങ്ങൾ നേരത്തെ പുറത്ത് വന്നതാണ്. 5 KSU പ്രവർത്തകരാണ് ഈ കൊടിയുമായി, കറുത്ത കൊടിയുമായി മുദ്രാവാക്യം വിളിച്ച് മന്ത്രിയുടെ അടുത്തിലേക്ക് പാഞ്ഞെത്തിയത്. അതിനിടയിലാണ് ഈ കയ്യേറ്റം ഉണ്ടാവുകയും മന്ത്രിക്ക് പരിക്കേൽക്കുകയും ചെയ്തത്. അതിനുശേഷം മന്ത്രിയെ കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അവിടെ എക്സ്റേയിൽ ചെറിയ പരിക്കുകൾ കാണാൻ സാധിച്ചു. സോഫ്റ്റ് ടിഷ്യൂ ഡാമേജ് ഉണ്ടായി എന്നാണ് ഈ എക്സ്റേയിൽ കണ്ടെത്തിയതിനെ തുടർന്ന് വിദഗ്ധ പരിശോധനയ്ക്കായി പരിയാരത്തേക്ക് മന്ത്രിയെ രാത്രിയോടെ മാറ്റുകയായിരുന്നു. അവിടെ MRI എടുക്കണം. MRIയുടെ പരിശോധന ഫലം നാളെ രാവിലെ ആയിരിക്കും കിട്ടുക. അതിനുശേഷമായിരിക്കും എന്താണ് എത്രത്തോളം ഈ പരിസ്ഥിതി. ഏതായാലും 5 KSU പ്രവർത്തകരാണ് അറസ്റ്റിലായിരിക്കുന്നത്. അവർക്കെതിരെ ഗുരുതര വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. ഒരുപക്ഷെ ഓപ്പൺ കോർട്ട് മജിസ്ട്രേറ്റ് മുന്നിലെത്തുമ്പോൾ ജാമ്യം ലഭിക്കുന്ന ഒഴിവാക്കുക എന്നതുകൂടിയുണ്ട്. ആയുധം ഉപയോഗിച്ചു എന്നുകൂടി ആരോപിക്കുന്നുണ്ട് ഈ FIR-ൽ. അതിന്റെ തെളിവുകൾ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ എന്താണ് ഇനി പോലീസ് ഹാജരാക്കുന്നത് നാളെ ആയിരിക്കും, അല്ലെങ്കിൽ ഇവരെ കോടതിയിൽ ഹാജരാക്കുന്ന ഘട്ടത്തിലായിരിക്കും പുറത്തു വരിക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.